സ്വാഗതം എല്ലാവർക്കും നാട്ടുവോട്ടിലേക്ക്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. ബാക്കി ജില്ലകൾ ഡിസംബർ 11-നും 13-ന് വോട്ടെണ്ണലും. അപ്പോൾ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ കൂടിയാണ്. ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ 3-ാം ഊഴമുണ്ടാകുമെന്ന് LDF ആത്മാർത്ഥമായി വിചാരിക്കുന്നു. അതിനവർ ആഞ്ഞു പണിയും എടുക്കുന്നു. അതേസമയം 2 തവണയായി തോറ്റുപുറത്തിരിക്കുന്ന UDF-ന് ഇത്തവണ തിരിച്ചു വന്നേ മതിയാവൂ. ആ തിരിച്ചുവരവിന്റെ പാതയൊരുക്കാൻ അവർക്ക് എന്തു വേണം? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ത്രിതല തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു സംഖ്യ ഉണ്ടാക്കാതെ മുന്നിൽ വഴികളില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല. പ്രവർത്തകരെ ആത്മവിശ്വാസത്തിലാക്കാൻ, ഒപ്പം മൊത്തം മലയാളി സൊസൈറ്റിക്ക് UDF-നെ കുറിച്ചൊരു കോൺഫിഡൻസ് കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ UDF-ന്. അതുകൊണ്ട് ഇതൊരു ചില്ലറ തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന് ഏതൊക്കെ തരത്തിൽ ഒരുങ്ങിയിരിക്കുന്നു 2 മുന്നണികളും, അതിലെ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജികൾ എടുക്കുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ, ഒപ്പം ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ മൊമെന്റിൽ പഞ്ചായത്ത് ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്നതുണ്ട്. സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? അത് ഹൈപ്പർ ലോക്കൽ തലത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതാണ് നോക്കൂ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയാണ് സംസ്ഥാന സർക്കാർ താഴെ തട്ടിലെ മനുഷ്യരെ നേരിട്ട് സ്പർശിക്കുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മനുഷ്യരെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. അവ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുഗുണമാകാൻ പോവുകയാണോ? അങ്ങനെയെങ്കിൽ LDF തൂക്കാൻ പോവുകയാണോ ഈ ഇലക്ഷൻ എന്ന മൗലികമായ ചോദ്യം, വലിയ ചോദ്യം അവിടെ ഉണ്ട്. അതിനെ മറികടക്കാൻ UDF-ന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഈ പഞ്ചായത്ത് ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ താഴെ തട്ടിൽ UDF-ന് നടത്താൻ കഴിഞ്ഞു? കോൺഗ്രസ് അതിന്റെ താഴെ തട്ടിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ, പാർട്ടി സംഘടനാ കെട്ടിപ്പടുക്കൽ, പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഒരുങ്ങൽ എന്നിവയിൽ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? കോർപ്പറേഷനുകളിലെ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ അഡ്വാൻസ് ചെയ്തുവെങ്കിലും അവർക്ക് താഴെ തട്ടിൽ സംഘടനയാകെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ തന്ത്രങ്ങളാണ് ഫലിക്കാൻ പോകുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അടുത്ത 2 മണിക്കൂർ സമയം നമ്മൾ. ഇനിയുള്ളത് പഞ്ചായത്ത് ഇലക്ഷന്റെ വാർത്തകളുടെ ചൂടേറിയ നിമിഷങ്ങളും മണിക്കൂറുകളുമാണ്. സോ അതിൻ്റെ കൂടെ കട്ടയ്ക്കുണ്ട് നമ്മളും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വന്നതിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ എങ്ങനെ അവരുടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇത് 3-ാം പിണറായി വിജയൻ സർക്കാരിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. അത്രയും കോൺഫിഡൻ്റ് ആണ് LDF, CPIM. ഞങ്ങൾ ഇത് വിജയിക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, ഞങ്ങൾ അടുത്തതും വിജയിക്കാൻ പോവുകയാണ്. സെമി ഫൈനലും ഫൈനലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും ഈ കാര്യത്തിലില്ല എന്നും ഓൾ സെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സെക്രട്ടറി CPIM-ന്റെ. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ വർഗീയ ശക്തികളാണ് അപ്പുറം ഇപ്പുറം മത്സരിക്കുന്നത്. ഈ 2 വർഗീയതയ്ക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അതിശക്തിയായ പോരാട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടത്തും. വലിയ മുന്നേറ്റമായിരിക്കും. അത് വരാൻ പോകുന്ന 3-ാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പുമായിരിക്കും. നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരവും ചുമതലയും നൽകി. UDF-ന്റെ സീറ്റ് വിഭജനം നേരത്തെ ആരംഭിച്ചു. തർക്കരഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സർക്കാരിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ അത് കേവലം വോട്ടിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. അഴിമതി രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് BJP കൊണ്ടുവരും. ശരി, 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ പാർട്ടി അധ്യക്ഷന്മാരുടെ പ്രതികരണമാണ് കണ്ടത്. LDF-നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമുണ്ടാക്കിയാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സൂചനയായിട്ട് മാറും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ജയിക്കുമെന്ന് പറയുന്നത്. ജയിക്കാൻ അവർ പണിയെടുക്കുന്നത്. UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയേ പറ്റൂ. സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടി നന്നായി പ്രവർത്തിച്ചുവെന്നും നന്നായി ഫലമുണ്ടാക്കിയെന്നും ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ട്. എങ്കിലേ അടുത്തതിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ. രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ പുതിയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്റെ നേതൃത്വത്തിൽ പാർട്ടി നന്നായി പെർഫോം ചെയ്തു എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യതയുണ്ട്. കേരളത്തിലെ പ്രവർത്തകർക്ക്
മുൻപിലും ദേശീയ നേതൃത്വത്തിന് മുൻപിലും. തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ വലിയ പണി BJP എടുക്കുന്നത് അവിടെ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ടാണ്. എല്ലാവരും ആ നിലയ്ക്കുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു, എല്ലാവരും നന്നായി അധ്വാനിക്കുന്നു. ഓരോ ജില്ലകളിലെയും സ്ഥിതി എന്താണ്, ഓരോ ജില്ലയിലെയും വിഷയം എന്താണ്, ഓരോ ജില്ലയിലും ഓരോ പാർട്ടിയും എന്തുമാത്രം പണിയെടുക്കുന്നു, എന്തുമാത്രം സെറ്റാണ് നോക്കേണ്ടതാണ് ഈ മണിക്കൂറിൽ. ഒപ്പം നിലവിലെ പഞ്ചായത്തിന്റെ നില എന്താണ്, ഈ പഞ്ചായത്തുകളുടെ എല്ലാം ത്രിതല പഞ്ചായത്തുകളുടെ സമീപകാല ചരിത്രം എന്താണ്, അവ പറയുന്ന ഒരു പാറ്റേൺ എന്താണ് നോക്കേണ്ടതാണ് ഈ ഒരു മണിക്കൂറിൽ. അപ്പോൾ എല്ലാ റിപ്പോർട്ടർമാരും തത്സമയം ചേരുന്നു, എല്ലാ ജില്ലകളിൽ നിന്നും ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ, അവരുടെ എന്താണ് ഗ്രൗണ്ട് ഫീൽ പങ്കുവയ്ക്കാൻ എല്ലാ റിപ്പോർട്ടർമാരും തത്സമയം എന്നോടൊപ്പം ചേരുന്നു. ഇനിയുള്ള 2 മണിക്കൂർ സമയം. ആദ്യം ഞാൻ പോകുന്നത് ഈ പാർട്ടികൾ മുന്നണികൾ എന്തുമാത്രം കോൺഫിഡൻസിലാണ് എന്നതിന്റെ പൊതുവായ വിവരങ്ങൾ എടുക്കാനാണ്. എൻ്റെ കൂടെ ഉണ്ട് സുനിൽ ഐസക്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് LDFുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. ഒപ്പം മുഹമ്മദ് അസ്ലം, കോഴിക്കോട് ബ്യൂറോ ചീഫ് ചേരുന്നു. ഒപ്പം ബിജിൻ വായന്തോട്, NDA എന്താണ് വിചാരിക്കുന്നത്, NDAക്ക് എവിടെയൊക്കെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ, അവരുടെ കോൺഫിഡൻസ് സംസാരിക്കാൻ. ആദ്യം ഞാൻ സുനിലിലേക്ക് പോകുന്നു. സുനിൽ, ഈ LDFനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ വൻപിച്ച മുന്നേറ്റം അവർക്ക് അത്യാവശ്യമാണ്. എന്നാൽ അവർക്ക് പൊതുവെ കോൺഫിഡൻസ് ഉള്ള ഏരിയയാണ് തദ്ദേശത്തിലെ ഇലക്ഷൻ. കാരണം ആ CPIMന്റെ പാർട്ടി സംവിധാനവും ഒപ്പം പലതരത്തിലുള്ള അവരുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ, അതിൻ്റെ കോൺഫിഡൻസ് അവർക്കുണ്ട്. ഭരണത്തിൻ്റെ ഒരു പ്രത്യേക ആനുകൂല്യം അവർക്കുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. സോ എന്തുമാത്രം പ്രായോഗിക സ്വഭാവത്തിൽ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ദിവസം? സുനിലേ, നിഷാദ്, ഏത് ഭരണവിരുദ്ധ വികാരങ്ങളുടെ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എക്കാലത്തും LDFന് ഒരു മെജോറിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കൂ, അതിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 14 ജില്ലകളിൽ ഭൂരിഭാഗം ജില്ലകളിലും വലിയ മേൽക്കൈ LDFന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു മേൽക്കൈ ഇത്തവണയും നിലനിർത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വീണ്ടും തങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ഫീൽ പൊതുയിടങ്ങളിൽ ഉണ്ടാക്കാൻ, പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പ്രധാനമായും പയറ്റുന്നത്. നോക്കൂ, സർക്കാരിനെയും ഒപ്പം പാർട്ടിയെയും വിവാദങ്ങളുടെ ചുഴലിക്കാറ്റിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് നിരവധിയായ ആരോപണങ്ങൾ, വിവാദങ്ങൾ ഒക്കെ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പതറി വീഴാതെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്, സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സർക്കാരിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലിപ്പോഴും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. അവരിപ്പോഴും ദേവസ്വം മന്ത്രിയുടെയും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിൽ, പ്രക്ഷോഭത്തിലാണ്. നിയമസഭയൊക്കെ ബഹിഷ്കരിച്ച് സർക്കാരിന്റെ പരിപാടികളും ചടങ്ങുകളും ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് വലിയ ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ പ്രതിഷേധം ഒരുപക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്കെതിരാക്കുമോ എന്ന ആശങ്ക വളരെ കൃത്യമായി സർക്കാരിനുണ്ടായിരുന്നു, പാർട്ടിക്കുണ്ടായിരുന്നു, മുന്നണിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് സ്കിപ്പ് ആവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വഴുതി മാറാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ നീക്കമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അത്തരം ഒരു നീക്കം നടത്തുകയും ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള മുൻ IAS ഓഫീസർ K. ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കുന്നു. അങ്ങനെ മാത്രമല്ല NSSനും SNDPക്കും ഒക്കെ വേണ്ടപ്പെട്ട അവർക്ക് കൂടി ഫേവറബിൾ ആയിട്ടുള്ള ആളുകളെ CPIയും അവരുടെ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടുത്തുന്നു. മാത്രമല്ല അന്വേഷണം അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയുന്നു. ആ കേസുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിത്തട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സുനിലെ, ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, ഇപ്പോ ഈ ശബരിമലയിലെ പ്രശ്നം അത് കത്തിക്കാൻ മുന്നിൽ ഉണ്ടാവേണ്ടത് ആരായിരുന്നു? SNDP യോഗവും അതിന്റെ ജനറൽ സെക്രട്ടറിയും ഉണ്ടാവണമായിരുന്നു. NSS ജനറൽ സെക്രട്ടറി, നമുക്കറിയാമല്ലോ ഇതിന് മുൻപുള്ള ശബരിമല പ്രശ്നത്തിൽ അവരൊക്കെ എന്തുമാത്രം വൈകാരികമായി വിഷയത്തെ സമീപിച്ചു. അവരെല്ലാം സൈലന്റ് ആണ്. താഴെ തട്ടിൽ കമ്മിറ്റികളും ശാഖകളും യൂണിയനുകളും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ പോലും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു മൗനം അവലംബിക്കുന്നു. സോ ഞാൻ ചോദിക്കുന്നത്, ശബരിമല അങ്ങനെ താഴെ തട്ടിൽ LDFന് ഒരു ബാലികേറാമല, കീറാമുട്ടി, വെല്ലുവിളി, ചാലഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുമോ? അതിനെ സർക്കാർ മറികടന്നില്ലേ ഈ സംഘടനകളുടെ കൂടി പിൻബലത്തിൽ?
ഇപ്പോൾ UDF പറയുന്നത് പോലെ SNDPയുടെയും NSSന്റെയും ഒക്കെ നേതാക്കൾ പറഞ്ഞാൽ എത്രത്തോളം അവരുടെ അടിത്തട്ടിലുള്ള ഭൂരിപക്ഷ സമുദായാംഗങ്ങൾ അതിനെ കണക്കിലെടുക്കുമെന്നുള്ള ആശങ്ക ആ ഘട്ടത്തിലും CPM-നെ സംബന്ധിച്ചുണ്ട്. കാരണം അതൊരു വൈകാരിക വിഷയമാണ്. നമുക്കറിയാം, നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ പ്രതിഷേധങ്ങളും അതിന്റെ അന്വേഷണങ്ങളും ഒക്കെ സ്വാഭാവികമായ ഒരു മുൻ അനുഭവം എന്ന നിലയ്ക്ക് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അതിനെ കവർ ചെയ്യാൻ പറ്റി ഈ ഇതോടുകൂടി എന്നാണ് സ്വാഭാവികമായും LDF കരുതുന്നത്, CPM കരുതുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഷയം, ഒരു 9 വർഷക്കാലം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അത് എല്ലാ വിഭാഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും. ആ ഭരണവിരുദ്ധ വികാരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു 10 ദിവസം മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർധനയോടുകൂടി ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി സർക്കാരിനുണ്ട്. അതുമാത്രമല്ല, ഈ ക്ഷേമ പെൻഷനൊക്കെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. 1600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാകുന്നു. അങ്ങനെ ആക്കി വർദ്ധിപ്പിച്ചത് പേരിന് മാത്രം പറയുകയല്ല, ആ പെൻഷൻ ഇതോടകം തന്നെ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു DA വർദ്ധിപ്പിച്ച് വലിയ രോഷത്തിൽ നിന്ന്, സർക്കാർ ജീവനക്കാരുടെ രോഷത്തിൽ നിന്ന് അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഫീൽ ഗുഡ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ LDF സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഫീൽ ഗുഡ് നിങ്ങളെ കരുതുന്നു എന്ന സന്ദേശം താഴെ തട്ടിലെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ LDF-ന് പറ്റിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ്